ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സിൽക്ക് ത്രെഡ് വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ സിൽക്ക് ത്രെഡ് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. ഇതിനൊരു നല്ലൊരു ഷൈനിങ് ആണ്. നല്ല നോർമൽ ത്രെഡ് പോലെയല്ല, അതായത് നമ്മളെ മെഷീൻ ത്രെഡ് പോലെയല്ല, നല്ല ഷൈനിങ് ആണ് ഈ ഒരു ത്രെഡിന്. ഇതുകൊണ്ട് വർക്ക് ചെയ്യുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പോൾ ഞാനൊരു ലൈൻ വരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഏതൊരു സ്റ്റിച്ച് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിലും ഇതുപോലെ ലൈൻ വരച്ചിട്ട് ആ ലൈനിലൂടെ വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് കേട്ടോ. പിന്നെ ശ്രദ്ധിക്കേണ്ടത്, നമ്മളിതിവിടെ സിംഗിൾ ലെയർ ഇട്ടിട്ടല്ല ചെയ്യുന്നത്. അതായത് നമ്മളുടെ ഈ ഒരു ത്രെഡ് സിംഗിൾ ലെയർ എന്ന് പറയുമ്പം ഒറ്റ ഇഴ അല്ലേ, ഇതിൽ ഇങ്ങനെയല്ല ചെയ്യുന്നത്. രണ്ട് ഇഴ ഇട്ടിട്ട് വേണം, ഡബിൾ ലെയർ ഇട്ടിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഒരു കളർ ത്രെഡേ ഉള്ളൂ എങ്കിൽ കുറച്ച് ത്രെഡ് എടുത്തിട്ട് ഒരു ബോബിനിലോ സ്റ്റിക്കിലോ ചുറ്റിയെടുക്കാം. ചുറ്റിയെടുത്തതിന് ശേഷം രണ്ട് ത്രെഡും കൂടെ കൂട്ടി കെട്ടിയിടാം. രണ്ടിൻ്റെയും അറ്റം കൂട്ടി കെട്ടിയിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ സിൽക്ക് ത്രെഡ് കൊണ്ട് ചെയ്യാമെന്ന് പറഞ്ഞാൽ എളുപ്പമൊന്നുമല്ല കേട്ടോ, നല്ല ബുദ്ധിമുട്ടുണ്ട്. രണ്ട് നൂലും കൂടിയാണല്ലോ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നല്ല ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തെടുക്കണം. കാരണം നമ്മുടെ ഈ ഒരു വർക്കിൽ, അതായത് ഈ ഒരു ആരി എംബ്രോയിഡറി എന്ന് പറയുന്ന ഈ ഒരു വർക്കിൽ ഇതിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഉണ്ട്. സിൽക്ക് ത്രെഡ് വെച്ചിട്ട് ചെയ്യുന്ന ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഇത് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തെടുക്കുക. പിന്നെ ഇതിൻ്റെ നീഡിൽ സൈസ് എപ്പോഴും 12 സൈസായിരിക്കും കുറച്ചും കൂടി ബെറ്റർ കേട്ടോ. 14 സൈസിലൊക്കെ ബിഗിനേഴ്സിന് കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം അതിൻ്റെ ആ ഹുക്ക് ഭാഗം എന്ന് പറയുന്നത് ഭയങ്കര തിന്നായിരിക്കും. ഇപ്പോൾ 12 എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി കട്ടി ഉണ്ടാവും. 10 ആണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. പക്ഷേ അത് നമ്മൾ ബ്ലൗസിലൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഹോൾ വീഴാൻ ചാൻസ് ഉണ്ട്. ഹോൾ വീഴാന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, കുറച്ച് ഒരു ഹോൾ ഉണ്ടാവും. ഇതാകുമ്പോൾ 12 ആകുമ്പോൾ അങ്ങനെ കാണില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് 12 സൈസോ 13 സൈസൊക്കെ വാങ്ങിയിട്ട് നിങ്ങൾ ത്രെഡ് വർക്കിന് പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ 14 സൈസിൽ പ്രാക്ടീസ് ചെയ്യാം കേട്ടോ. ഞാൻ 14 സൈസ് പറഞ്ഞത് ബിഗിനേഴ്സിൻ്റെ ആകുമ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട്. അതിന് നീട്ടിലെന്ന് പറയുമ്പോൾ കുറച്ചും കൂടി തിന്നാണല്ലോ. അപ്പോൾ ബീഡ് വർക്കൊക്കെ ചെയ്യാൻ പറ്റിയൊരു സൈസാണ് 40 എന്ന് പറയുന്നത്. അപ്പോൾ അതിനേക്കാളും കുറച്ചും കൂടി കട്ടി ഉണ്ടാവും 30ഉം 12 സൈസൊക്കെ ഈ ഒരു ത്രെഡിൻ്റെ ഈ ഒരു നീഡിലിൻ്റെ ഹുക്കിന്. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു സൈസ് പറഞ്ഞത് കേട്ടോ. പിന്നെ അതെങ്ങനെ സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളതൊക്കെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. അതുകൊണ്ട് ഞാൻ അതിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ലേ. അതുപോലെ ആരി നോട്ടും നമ്മൾ പഠിച്ചിട്ടുണ്ട് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അതൊന്നും ഞാനിതിൽ കാണിക്കുന്നില്ല. സാധാരണ നമ്മൾ ചെയ്ത അതേ ചെയിൻ തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു ത്രെഡിന് മാത്രമേ വ്യത്യാസമുള്ളൂ കേട്ടോ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ചെയ്ത് പ്രാക്ടീസ് ചെയ്യണേ. താങ്ക്